നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേരള രസം റെസിപ്പി തയ്യാറാക്കിയാലോ? വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും ചേർക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് വെക്കുക. പിന്നെ വേണ്ടത് 3 വറ്റൽ മുളക് പകുതിയായി മുറിച്ചത്, 10 ചെറിയുള്ളി ചതച്ചത്, 10 വെളുത്തുള്ളി ചതച്ചത്, 1.5 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി ചതച്ചെടുത്തത് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. ചെറിയുള്ളി ചെറുതായി ഗോൾഡൻ നിറത്തിലേക്ക് മാറുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വഴറ്റുക. ഗോൾഡൻ നിറത്തിലേക്ക് മാറിയതിനു ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കുറച്ച് മസാലകൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക് എന്നിവ ചേർത്ത് കൊടുക്കുക. 20 സെക്കൻഡ് നേരം നന്നായി ഇളക്കുക. ഇനി 20 സെക്കൻഡ് കഴിയുമ്പോൾ ഒരു തക്കാളി നീളത്തിലരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം 1 കപ്പ് പുളിവെള്ളവും ചേർക്കുക. ചെറുനാരങ്ങ വലുപ്പമുള്ള പുളി 1 കപ്പ് വെള്ളത്തിൽ, അതായത് ചൂടുവെള്ളത്തിൽ കുതിർത്ത് അരിച്ചെടുത്തതാണ്. കൂടാതെ 2.5 കപ്പ് വെള്ളം, 1 ടീസ്പൂൺ കായപ്പൊടി, 2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കുക. നന്നായി ഇളക്കുക. തിളച്ചു തുടങ്ങുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വേവിക്കുക. തിളച്ചു തുടങ്ങുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം 6 മിനിറ്റ് നേരം തിളപ്പിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുന്നുണ്ടോ? 6 മിനിറ്റ് തിളപ്പിച്ചു കഴിഞ്ഞാൽ കുറച്ച് മല്ലിയില മീതെ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കുക. 1 മിനിറ്റ് നേരം കൂടി വേവിക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ രുചികരമായ കേരള സ്പെഷ്യൽ രസം റെസിപ്പി റെഡി. സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും. നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും, വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക. 4 മണി പലഹാരങ്ങൾ, സ്നാക്സ്, ബിരിയാണി, ഡെസേർട്സ്, ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.